പരിഹാസം കൊണ്ട് ഈ ഫീൽഡിലേക്ക് എത്തിയതാണ്. ചെറുതായിരുന്നു, മെലിഞ്ഞിട്ടായിരുന്നു, ബോഡി ബിൽഡിംഗ് ഒന്നും ഇല്ല, അതൊന്നും സംഭവം, അങ്ങനത്തെ ഒരു സംഭവം അറിയില്ല. ഇതൊന്ന് ബക്കറ്റിൽ വെള്ളമൊക്കെ നിറച്ച് അങ്ങനെ ഗ്രൗണ്ട് വർക്ക് കുറെ കഴിഞ്ഞാൽ എല്ലാവരും നിർത്തി കഴിഞ്ഞാലുള്ള ചിന്തയാണ്, കണ്ടിന്യൂ ചെയ്യാനല്ല. എനിക്കൊരു മാജിക്കൽ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ജിമ്മെന്ന് കിട്ടിയത്. ഒരു അപ്രതീക്ഷിത വരവാണ്. ഹായ് ഫ്രണ്ട്സ്, ടോക്ക് വിത്ത് അനസ് ഹുസൈൻ എന്ന പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ബോഡി ബിൽഡിങ്ങിൽ മിസ്റ്റർ ഇന്ത്യ, മിസ്റ്റർ കേരള, മിസ്റ്റർ കാലിക്കറ്റ് എന്നീ പട്ടങ്ങൾ കരസ്ഥമാക്കിയ കേരളത്തിലെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബോഡി ബിൽഡറാണ് ഇന്ന് നമ്മോടൊപ്പം പോഡ്കാസ്റ്റിൽ സുമേഷ് റാവു. ഹായ് സുമേഷ്, വെൽക്കം ടു ദ ഷോ. ഹായ്, താങ്ക് യു. ഈ പറഞ്ഞതല്ലാതെ എന്താണ് സുമേഷ് റാവു? ഞാൻ വളരെ ചെറുപ്പത്തിൽ ബോഡി ബിൽഡിങ് ഫീൽഡിലേക്ക് വന്നു. ബോഡി ബിൽഡിങ് ഫീൽഡിലേക്കായിട്ട് വന്നതല്ല, ശരിക്കും പറഞ്ഞാൽ പരിഹാസം കൊണ്ട് ഈ ഫീൽഡിലേക്ക് എത്തിയതാണ്. അങ്ങനെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനമ്മ, എൻ്റെ ഏട്ടൻ, എൻ്റെ സിസ്റ്റർ, ഇവരെല്ലാം എന്താണ് ഇപ്പോൾ കാണാൻ അവരെല്ലാം നല്ല ഭംഗിയാണ്, ഭയങ്കര ഹൈറ്റാണ്. അപ്പോൾ ഞാൻ മാത്രമാണ് കൂട്ടത്തിൽ കുറച്ചൊന്ന് ഹൈറ്റിൽ അവരുടെ അടുത്ത് നോക്കുന്ന സമയത്ത് ഭയങ്കര ചെറുതായിരുന്നു, മെലിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ ഈ ഫാമിലി ഗെറ്റ് ടുഗദറിനും ഇവരെല്ലാം പോകുന്ന സമയത്ത് എല്ലാവരും ചോദിക്കും, നീ മാത്രം എന്താ ഇങ്ങനെ, അച്ഛനെയും അമ്മേൻ്റെയും ഒരു ഇതൊന്നും എനിക്ക് വന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനം കേട്ട് 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 ഒരു 9ാം ക്ലാസ് വരെ ഞാൻ കേട്ട്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട്, അതായത് എൻ്റെ സ്കൂളിൽ പുതിയതായിട്ടൊരു കുട്ടി ജോയിൻ ചെയ്തു വന്നിട്ട്. അപ്പോൾ അവനെ കണ്ടപ്പോൾ അവൻ കുറച്ചൊരു മസിലാണ്, ബോഡി ബിൽഡർ അല്ല, അന്ന് ബോഡി ബിൽഡിംഗ് ഒന്നും ഇല്ല, അതൊന്നും സംഭവം, അങ്ങനത്തെ ഒരു സംഭവമേ അറിയില്ല. അപ്പോൾ കുറച്ച് അത്യാവശ്യം കാണാനും കുറച്ച് ബിൽട്ടാണ് ആൾ. അപ്പോൾ എങ്ങനെയാണ് എന്താണെന്നുള്ള അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവൻ വീട്ടിൽ നിന്ന് ബക്കറ്റിൽ വെള്ളമൊക്കെ നിറച്ച് ഇതെല്ലാം വെയിറ്റ് എടുത്തിട്ട് ഇങ്ങനത്തെ ഇതെല്ലാം ചെയ്യും, ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്കും അങ്ങനെ ആവണം എന്നുള്ളൊരു തോന്നൽ വന്നു. അങ്ങനെ എൻ്റെ വീട്ടിൽ ഭയങ്കര ഫ്രീ ആണ് എല്ലാവരും. എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര സപ്പോർട്ടീവാണ് എന്തിനും, ഇന്ന കാര്യത്തിനൊന്നല്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയുന്നത് എന്നെ സമ്മതിക്കും. അങ്ങനെ ഒരു ജിമ്മ് ഞാൻ തന്നെ തിരഞ്ഞ് കണ്ടുപിടിച്ച് ഞാൻ അന്ന് മുതൽ ജിമ്മിൽ പോകാമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോയിക്കഴിഞ്ഞ് ഫസ്റ്റ് ദിവസം പോയി വന്നു ഭയങ്കര വേദനയും മേല് വേദന വന്ന് സഹിക്കാൻ പറ്റാണ്ട്. അത് 14 വയസ്സിലാട്ടോ ഞാൻ പോന്നു. അപ്പോൾ അങ്ങനെ പോയി, എന്നാലും ഞാനത് സഹിച്ച് ഞാൻ അന്ന് വെയിറ്റ് ട്രെയിനിങ് ഒന്നും അല്ല, ഇങ്ങനത്തെ ഒരു ഗൈഡൻസ് ഒന്നുമില്ല, ഒന്നുമില്ല. നമ്മളെ ജിമ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ചെറിയൊരു ജിമ്മ്, അതിൻ്റെ അകത്ത് മെഷീൻസ് ഒന്നുമില്ല. മെഷീൻസ് എന്ന് പറഞ്ഞാൽ കയറിൽ കെട്ടിയിട്ട് എന്തോ ഒരു സാധനം ഇങ്ങനെ വലിച്ച് ലാറ്റ് പുൾ ഡൗൺ എന്ന് പറയാം, അതിനൊന്നും അങ്ങനെ പറഞ്ഞുകൂടാ. എന്നിട്ട് അതിൽ കുറച്ച് ഡമ്പലും കുറേ പുഷപ്പ് ബാറും പുള്ളപ്പിൻ്റെ ഇതിൽ നമ്മൾ ആദ്യം തുടങ്ങണമെങ്കിൽ തന്നെ നമ്മൾ ഇത്ര പുഷപ്പ് അടിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലെവലിലേക്ക്. ഗ്രൗണ്ട് വർക്ക് കുറേ അങ്ങനത്തെ കാലത്തെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ച് പിന്നെ വീട്ടിൽ പണ്ടൊക്കെ റെസ്ട്രിക്ഷൻ ഉള്ള സമയമല്ല, എൻ്റെ വീട്ടിലല്ല, ബാക്കിയുള്ള കുട്ടികൾ ജിമ്മിൽ പോകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എന്തോ സംഭവമാണ്. കുട്ടികൾ വലിപ്പം ഉയരം കുറഞ്ഞു പോകും അവർക്ക്. പിന്നെ അച്ഛൻ്റെ ഫാമിലിയിലുള്ള കുറച്ച് മുതിർന്ന ആൾക്കാരൊക്കെ പറയും, ജിമ്മിൽ പോയി കഴിഞ്ഞ് നിർത്തിക്കഴിഞ്ഞാൽ, എല്ലാവരും നിർത്തിക്കഴിഞ്ഞാലുള്ള ചിന്തയാണ്, കണ്ടിന്യൂ ചെയ്യാനല്ല. ഇപ്പം നിർത്തിക്കഴിഞ്ഞാൽ നീ തടിച്ചു പോകും, പിന്നെ അല്ലെ മുട്ടുവേദന വരും, ജോയിൻസ് ഒക്കെ പോകും, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയും. ഞാനതൊന്നും കേൾക്കാണ്ട് പക്ഷെ ഞാൻ കുറച്ച് കാലം, ഒരു 2-3 മാസം ഞാൻ കണ്ടിന്യൂ ചെയ്തപ്പോൾ തന്നെ എനിക്കൊരു മാജിക്കൽ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ജിമ്മെന്ന് കിട്ടി. പറയുമ്പോൾ പ്രോപ്പർ ഗൈഡൻസ് ഇല്ല, ഒന്നുമില്ലാണ്ട് പോയി വന്നപ്പോൾ തന്നെ എനിക്കൊരു എന്തോ ഒരു ഗ്രോത്ത് കിട്ടി, ചെറിയൊരു ചേഞ്ച്. അന്ന് ആ കാലത്ത് അത് തന്നെ വലിയൊരു കാര്യമായിരുന്നു. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെ തീരുമാനിച്ച്. പിന്നെ കൊല്ലം കുറച്ച് കാലം, ഒരു 9ാം ക്ലാസ്സിലല്ല, കോമ്പറ്റീഷൻ ലെവലിനെ കുറിച്ചിട്ടൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല, ആരും പറഞ്ഞുതരാനൊന്നുമില്ല. അങ്ങനെ അവിടുന്ന് പെട്ടെന്ന് ഒരു ഇതിൽ എന്താണ് മിസ്റ്റർ കോഴിക്കോട് വരുന്നുണ്ട്, എന്തോ ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട് എന്നൊക്കെ കേട്ടപ്പോൾ, അപ്പോൾ എൻ്റെ ഏജൊക്കെ അവിടുത്തെ ഒരു സാറ് വന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് 14 വയസ്സാണ്, കൊല്ലം ഇല്ല, അടുത്ത കൊല്ലത്തേക്ക് ഞാൻ എങ്ങനെയെങ്കിലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോമ്പറ്റീഷൻ ആദ്യമായിട്ട് പങ്കെടുത്ത് 1998 ഒരു കോമ്പറ്റീഷൻ സബ് ജൂനിയറിൽ ഇറങ്ങി. എൻ്റെ ക്ലാസ്സിൽ സത്യം പറഞ്ഞാൽ അതിനകത്ത് 2 പേരോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് എൻ്റെ ക്ലാസ്സിൽ ഞാൻ ജയിച്ച് ടൈറ്റിൽ തോറ്റുപോയി. സബ് ജൂനിയർ ടൈറ്റിൽ തോറ്റുപോയപ്പോൾ എനിക്ക് ചെറുപ്പത്തിലേ ഉള്ളൊരു ഇതാണ്, തൂക്കുക എന്ന് പറയുന്ന സംഗതി എനിക്ക് ഇഷ്ടമല്ല. ഞാൻ നല്ല ഹാർഡ് വർക്ക് ചെയ്യും, അതിനുവേണ്ടി എന്തും ചെയ്യും, പക്ഷെ ഇതിനെന്ത് ചെയ്യണം എന്നുള്ളത് അറിയില്ല. അപ്പോൾ അങ്ങനെ അത് തോറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിങ്ങനല്ല സംഭവം. അവർക്ക് എന്തോ ഒരു പ്രത്യേകത,
ഭയങ്കര മസ്കുലറായിരുന്നു. ആ ജയിച്ച ആൾ ഭയങ്കര മസ്കുലറാണ്. അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ എൻ്റെ ജിമ്മിൽ നിന്ന് വന്ന ആൾക്കാർക്ക് ആർക്കും ആ ഒരു കണ്ടീഷനിങ് ഇല്ല. അവരെന്നെയാണ് 3 ടൈറ്റിലും, അതായത് സബ് ജൂനിയറും ജൂനിയറും സീനിയറും ഒരേ ജിമ്മിൽ വന്ന ആൾക്കാർ വന്ന ആൾക്കാർ. അപ്പോൾ അവർക്ക് മാത്രം ഭയങ്കര പ്രത്യേകത, കണ്ണിലടിക്കുന്ന ടൈപ്പ് ഒരു മസ്കുലാരിറ്റി ഇതുമായിട്ട് അക്കാലത്തെ ഒരു ഇതാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനാണ് അതിന്ന് കിട്ടിയത്. ഞാൻ തോറ്റേന്ന് എനിക്ക് കിട്ടിയത്, എനിക്ക് അതിലേക്ക് വരണം, അങ്ങനെ ആവണം എന്നൊക്കെ ഉള്ളൊരു ഇത് വന്ന്. അങ്ങനെ ഞാൻ പിന്നെ കൊല്ലം മിസ്റ്റർ കേരള പങ്കെടുക്കാൻ വേണ്ടിയിട്ട്, സബ് ജൂനിയർ മിസ്റ്റർ കേരള പങ്കെടുത്ത് നമ്മളിവിടുന്ന് അസോസിയേഷൻ, കോഴിക്കോട് അസോസിയേഷനിൽ ഒരാൾ പോലും നമ്മളെ ഗൈഡ് ചെയ്യാൻ, മിസ്റ്റർ കേരളയ്ക്കൊന്നും പോകണ്ടെന്നാണ് ഇവിടുന്ന് പറയാം. പോയിട്ട് കാര്യമില്ല, അവിടെ വലിയ വലിയ ബിൽഡേഴ്സ് ഉണ്ടാവും, നമ്മൾ ഇവിടുന്ന് പോയിട്ട് കാര്യമില്ല എന്നുള്ള മാതിരി. അങ്ങനെ ഇവിടെ ആരും പറഞ്ഞു തരാനില്ലായിട്ട് ഞാൻ സ്കൂളിലത്തെ ഒരു സർട്ടിഫിക്കറ്റും കൊണ്ട് ഞാൻ എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂട്ടി ഞാൻ പോയി പത്തനംതിട്ട കോമ്പറ്റീഷന് പോയി. അപ്പോൾ ഈ പേപ്പേഴ്സ് ഒന്നും പോരാ, നിങ്ങളെ ഇത് ഏജ് പ്രൂഫിന് വേറെയും ഇത് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തന്നെ പങ്കെടുപ്പിച്ചില്ല. അങ്ങനെ ഇരുന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ, ഏകദേശം കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് ചെയ്താൽ നമുക്കും സ്കോപ്പുണ്ട് എന്നുള്ള ഒരു തോന്നൽ എനിക്ക് വന്ന്. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഞാൻ വന്നത് നമ്മളെ കോഴിക്കോട് ഈ ടീമിൻ്റെ കൂടെയാണ്. ഈ ഞാൻ പറഞ്ഞ ഈ ടൈറ്റിലടിച്ച ജിമ്മിൻ്റെ. അപ്പോൾ അവർ എന്നെ കണ്ടപ്പോൾ അവരെന്നെ ഭയങ്കര പ്രോത്സാഹനമായിരുന്നു. അവരെ സൈഡിൽ നിന്ന് നീ ചെയ്താൽ നന്നാവും എന്നൊക്കെ പറഞ്ഞ്, നീ വന്ന് ചെയ്യാൻ പറ്റുമോ, നമ്മളെ കൂടെ ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇവർ കൊയിലാണ്ടിയാണ്, എൻ്റെ വീട് കിടക്കുന്നത് ഒരു 30-35 കിലോമീറ്റർ ഇപ്പുറത്താണ്. അങ്ങനെ ഞാൻ അതൊന്നും ആലോചിച്ചില്ല, ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. അന്ന് പോയി തുടങ്ങിയതാണ്. 35 കിലോമീറ്റർ ഞാൻ ഡെയിലി ട്രാവൽ ചെയ്തിട്ടാണ് ഞാൻ ജിമ്മിൽ പോയിക്കൊണ്ടിരുന്നത്. ഒരു 25 കൊല്ലം മുന്നത്തെ കാര്യം ഞാൻ പറയുന്നത്. അന്ന് പോകാൻ ഫസ്റ്റ് തന്നെ അച്ഛൻ, എൻ്റെ വീട്ടിൽ ഞാൻ നല്ലൊരു റിച്ച് ഫാമിലിയിലാണ് ഞാൻ ജനിച്ചതും വളർന്നതല്ല. ഞാൻ സ്വന്തമായിട്ട് ഇതാക്കി പറയല്ല കേട്ടോ, എൻ്റെ അക്കാലത്തെ ഒരു ഇതാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരാൻ എൻ്റെ അച്ഛനും അമ്മയും റെഡിയാണ്. അപ്പോൾ എന്നാലും ഞാൻ ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല എന്നുള്ളതിൽ ഞാൻ ബസ് കയറിയിട്ടും ഇതിലൊക്കെയാണ് ഞാൻ പോയത്. അന്ന് അക്കാലത്ത് പോയി. പിന്നെ കുറച്ച് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പോകാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ എനിക്ക് ഡ്രൈവറെ കൂട്ടിയിട്ട് കാറിൽ പറഞ്ഞയക്കാൻ തുടങ്ങി. അങ്ങനെ അവിടുന്ന് ഞാനൊരു പ്രൊഫഷണലി ചെയ്യുന്ന പോലത്തെ, അത്ര സിസ്റ്റമാറ്റിക് അല്ല അവർക്കും അതിനെക്കുറിച്ച് നോളജോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളിവിടുത്തെ ഇപ്പോൾ ചെയ്യുന്ന പോലത്തെ ഒരു സ്റ്റൈലേ അല്ല. എന്നാലും കൂടെ കുറച്ചൊന്ന് ഷെഡ്യൂൾഡായി. അങ്ങനെ ചെയ്ത് പുഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ നെക്സ്റ്റ് ഇയർ ഞാൻ സബ് ജൂനിയർ 99 ഞാൻ ഫസ്റ്റായിട്ട് സബ് ജൂനിയർ കാലിക്കറ്റ് ഓവറോൾ ചാമ്പ്യനായി. അതാണ് എൻ്റെ തുടക്കം. ചേട്ടൻ നല്ല സപ്പോർട്ടാന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഒട്ടുമിക്ക കോമ്പറ്റീഷനിൽ ഞാൻ ചേട്ടനെ കണ്ടിട്ടുണ്ട് സുമേഷ് സാറിൻ്റെ ഒപ്പം. എൻ്റെ ചേട്ടൻ മാത്രമല്ല, എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഇത്രയും ബോഡി ബിൽഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി നിങ്ങൾക്ക് ആർക്കും കാണാൻ കിട്ടില്ല. ഞാൻ എത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണ്. എന്താ വെച്ചാൽ, ഞാൻ പോകുന്ന കാലത്ത് ബോഡി ബിൽഡിങ്ങിന് സ്ത്രീകൾ കാണാൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എന്തോ സംഭവമാണ്. ആരും വരില്ല. എൻ്റെ ഫാമിലിയാണ് എൻ്റെ ഫസ്റ്റ് കോമ്പറ്റീഷൻ മുതൽ ഇക്കൊല്ലം ഞാൻ ലാസ്റ്റായിട്ട് കോമ്പറ്റ് ചെയ്ത കോമ്പറ്റീഷൻ വരെ എൻ്റെ അച്ഛൻ കഴിഞ്ഞ കൊല്ലം മരിച്ചുപോയി. അതിന് മുന്നേ വരെ അച്ഛൻ വരെ വയ്യായിരുന്നു, അച്ഛന് തീരെ. കഴിഞ്ഞ ലാസ്റ്റ് മിസ്റ്റർ ഇന്ത്യ വരെ എൻ്റെ അച്ഛൻ മൊത്തം ഫാമിലി ആയിട്ടാണ് ഏത് നാട്ടിലുണ്ടെങ്കിലും നമ്മൾ പോവുക. അത് അവരിഷ്ടത്തോടെ വരുന്നതാണ്. എനിക്ക് വേണ്ടി കുക്ക് ചെയ്യുന്നതായാലും എൻ്റെ അമ്മ എനിക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനവിടെ കിടന്നാൽ മതി, എൻ്റെ അമ്മ കൊണ്ടുവന്ന് എൻ്റെ വായിലിട്ട് തരും ഭക്ഷണം. ഇന്ന നേരമായി, ഇന്ന നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട്. അത് ഞാൻ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നതിനെ കൊണ്ടും, അത് ഞാൻ ചെയ്യുന്ന കണ്ടിട്ട് എൻ്റെ അടുത്തുള്ള അത്രയും ഇതിൻ്റെ അടുത്ത് അവർക്കും ഈ ഗെയിമിൻ്റെ അടുത്ത് അത്രയും ഇഷ്ടമായതിനെ കൊണ്ടും ചെയ്യുന്നതാണ്. അപ്പം എൻ്റെ ഏട്ടൻ വേറെ ലെവലാണ്. മനസ്സിൽ പറഞ്ഞ മാതിരി ഞാൻ പറഞ്ഞ അച്ഛനും അമ്മയൊക്കെ ഞാൻ കോമ്പറ്റീഷനിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അങ്ങനെ ഞാൻ എൻ്റെ വീട്ടുകാർ വന്നിട്ടാണ് ഇന്ന് സത്യം പറഞ്ഞാൽ ഇന്ന് ഈ ലേഡീസിൻ്റെ ബോഡി ബിൽഡിങ്ങിൻ്റെ അവർക്ക് പോലും പേടിയില്ലാണ്ട് സ്ത്രീകൾ വരാൻ തുടങ്ങിയതും എല്ലാവരും കോമ്പറ്റ് ചെയ്യാൻ തുടങ്ങിയതും ഒക്കെ ഈ ഒരു കാലത്ത് ഞാൻ ഈ സംഭവം ചെയ്തു കൊണ്ടുവന്നിട്ടാണ്. അന്നത്തെ കാലത്ത് ഞാൻ കാണാത്ത സംഭവമാണ്. എത്രയോ കൊല്ലങ്ങൾ എൻ്റെ അച്ഛനും അമ്മയും മാത്രമാണ് ഒരു ഫാമിലി ആയിട്ട് വന്നിരുന്ന് കാണാനുണ്ടായിരുന്നത്. അനസും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും അവരെ നല്ല പരിചയമാണ്. എൻ്റെ അച്ഛനും അമ്മേനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും എത്രയോ പ്രാവശ്യം സ്റ്റേജിൽ കയറിയിട്ട്, ആകപ്പാടൊരു സ്ത്രീയാണ് അവിടെ കാണാനുണ്ടാവും എൻ്റെ അമ്മ. അവർ കയറിയിട്ട് എത്രയോ പ്രൈസസ് ഈ ബോഡി ബിൽഡേഴ്സിന് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഭയങ്കര പരിചയമാണ് എൻ്റെ അമ്മേനെയും. എൻ്റെ അച്ഛൻ പിന്നെയും സ്റ്റേജിലേക്കൊന്നും വരില്ല, അവർ അവിടെ ഉണ്ടാവും. ഏട്ടനായാലും സിസ്റ്ററും വൈഫും എല്ലാവരും.
ഞാൻ സുമേഷ് അവൻ്റെ അമ്മനെ അച്ഛനെയും കണ്ടിട്ടുണ്ട്, ചേട്ടനെയും കണ്ടിട്ടുണ്ട്. അവർക്ക് എന്നെ നല്ല പരിചയമാണ്, കാരണം ചെറുതിലെ തൊട്ട് എന്നെ കാണുന്നുണ്ട്. 2006 സുമേഷ് റാവു മിസ്റ്റർ കേരള ഓവറോൾ ചാമ്പ്യൻഷിപ്പ് അടിക്കുമ്പോൾ ഞാൻ മത്സരിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാം അന്ന് ടൈറ്റിൽ മത്സരിക്കുന്നുണ്ട്. ഞാൻ 60 kg ആണെന്ന് തോന്നുന്നു, കാരണം ഒത്തിരി 60-65 കിലോയിലാണ് ഞാൻ ഗോൾഡ് വന്ന്. സുമേഷ് റാവു 85 തോന്നുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കണ്ടിട്ടില്ല, പിന്നെ ഞാൻ കേട്ടിട്ടില്ല സുമേഷ് റാവുവിനെ, അല്ലെങ്കിൽ സുമേഷ് ഞാൻ കേട്ടിട്ടില്ല. പിന്നീട് ഞാൻ കാണുന്നത് 2022 അതെന്താ അത്ര ഗ്യാപ്പ് വരാനുള്ള റീസൺ? എനിക്ക് ബോഡി ബിൽഡിങ്ങിൽ ലോങ് ടേം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ചെയ്തൊരു ഇതല്ല. ഞാൻ കേട്ടിടത്തോളം അന്ന് എൻ്റെ ചെറുപ്പത്തിൽ ഒരു ടി വിയിൽ നമുക്കൊരു ബോഡി ബിൽഡിംഗ് ഷോ അല്ലെങ്കിൽ ഒരു മാഗസീനിൽ കാണാനോ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ഇന്റർനെറ്റ് ഇല്ല, അതെ, ഒന്നുമില്ലാത്ത ആ കാലമാണ്. സമയത്ത് അതൊന്നുമില്ല. അപ്പോൾ ഞാൻ കേൾക്കുന്നത് ആകപ്പാടുള്ള ഒരു സംഭവം കോഴിക്കോട് വെച്ചിട്ട് ഒരു മിസ്റ്റർ കേരള ഏതോ കാലം നടന്നിരുന്നു. അന്നൊരു മുഹമ്മദ് അഷ്റഫ് എന്ന് പറഞ്ഞ ഓ, മലപ്പുറത്തുള്ള അഷ്റഫ്ക്കാണ്. ആർമിയില് അല്ല, അല്ല, അഷ്റഫ് അല്ല, മറ്റേ മനസ്സിലായി. മലപ്പുറത്തുള്ള ഭാരത് ജിമ്മിലുള്ള മനസ്സിലായി. അഷ്റഫ്ക്കാണ് അന്ന് ഞാൻ കാണുമ്പോൾ ചാമ്പ്യൻ. അപ്പം ഞാൻ ബോഡി ബിൽഡിങ്ങിൽ വരുന്നതിന് മുന്നേ അപ്പോൾ നടന്നൊരു കോമ്പറ്റീഷനിൽ മിസ്റ്റർ കേരള എന്നാണ് പറഞ്ഞിട്ട് ഭയങ്കര. അപ്പോൾ എനിക്കും ഒരു മിസ്റ്റർ കേരള അടിക്കണം എന്നുള്ള നമ്മളെ നാട്ടിലെ ഒരു ഏറ്റവും വലിയ കോമ്പറ്റീഷൻ. അതെ. അപ്പോൾ അത് വിൻ ചെയ്യണം എന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹമാണ്. അപ്പോൾ ആ ഒരു മിസ്റ്റർ കേരള ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുത്തെ എൻ്റെ നമ്മളെ നാട്ടിലുള്ള ബെസ്റ്റ് കോച്ചാണ് അന്നത്തെ കാലത്ത് ബഷീർക്ക, VM ബഷീർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് എനിക്കൊരു 19 വയസ്സുള്ളപ്പോൾ ഞാൻ അങ്ങോട്ട് ബഷീർ ഖാൻ്റെ അടുത്തേക്ക് പോയി. അവിടെ കുറേ കഷ്ടപ്പെട്ട ജിമ്മിൽ നിന്ന് ഞാൻ അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് അവിടെ വരുന്നതൊക്കെ ഈ അനസടക്കം എല്ലാ വലിയ വലിയ ബിൽഡേഴ്സാണ് അന്ന്. റെക്സ്, അനസ്, ജയരാജേട്ടൻ, ജോഷി, ഇവരെല്ലാവരും. അപ്പം അങ്ങനത്തെ വലിയ വലിയ കുറേ മിസ്റ്റർ ഇന്ത്യമാരെയും കുറേ ഇങ്ങനത്തെ ആൾക്കാരെയാണ് അവിടെ പോയപ്പോൾ കാണുന്നത്. ഒക്കെ വലിയ വലിയ മനുഷ്യന്മാർ. നമ്മളെല്ലാം അന്ന് ചെറുതാണ് അവരുടെ അടുത്ത് നോക്കുമ്പോൾ. അങ്ങനെ അവിടുന്ന് മിസ്റ്റർ കേരള അടിക്കുന്നത്, ഓരോരുത്തർ മിസ്റ്റർ ഇന്ത്യ അടിക്കുന്നത് കേൾക്കുന്നത്. അങ്ങനെ ഇവരൊക്കെ റെയിൽവേയിലും ഇതിലും എല്ലാം ജോബായിട്ടാണ് ഉള്ള ആൾക്കാർ. അപ്പോൾ പ്രൊഫഷണലി ഉള്ള ബോഡി ബിൽഡേഴ്സിൻ്റെ കൂടെ ഞാൻ അന്ന് പിന്നെ ഒരു കൊല്ലം 2006 മിസ്റ്റർ കേരള വന്ന സമയത്ത് ഈ ഒരു ലൈനപ്പിലെ ഒരുവിധ ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ മിസ്റ്റർ കേരള അടിച്ചു. അന്നൊരു അപ്രതീക്ഷിത വരവാണ്. അപ്പോൾ അത് സതീശൊക്കെ അതെ, തമ്പി ഒരു 5-6 കൊല്ലം ടൈറ്റിൽ അടിച്ച് നിൽക്കുന്ന സമയത്തായിരുന്നു ആ ഒരു ചാമ്പ്യൻഷിപ്പ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിട്ടാണ്. എനിക്ക് അന്ന് കണ്ടതിൽ എനിക്ക് ഒരു ഡിഫറെൻറ്റ് ലെഗൊക്കെ എനിക്ക് ഫീൽ ചെയ്തത് അന്നാണ്. കാരണം അതുവരെ കണ്ട മിസ്റ്റർ കേരള ടൈറ്റിൽ അടിച്ച ആൾക്കാരിൽ നിന്ന് വളരെ വ്യത്യസ്തമായുള്ള ടാപ്പറൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു. ഞാനൊന്നും ഓർക്കുന്നുണ്ടത്. അപ്പോൾ അതിൽ പിന്നെ അതിൻ്റെ തൊട്ട് മുന്നത്തെ 2004 കോമ്പറ്റീഷനിലും ഞാനാണ് ഫസ്റ്റായിട്ട് ഇവിടെ ടാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത. ഇത് ഞാനായിട്ടല്ല കേട്ടോ, ഡ്രീം ടാൻ ബഷീർക്ക ആദ്യമായിട്ട് ഒരു ടാൻ അവിടെ ജിമ്മിലേക്ക് കൊണ്ടുവന്നു. ഇത് നമുക്ക് ചെയ്തു നോക്കണം എങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ ടാന് ഞാൻ ചെയ്തു നോക്കാം ബഷീർക്ക എന്ന് പറഞ്ഞിട്ട് എൻ്റെ കോമ്പറ്റീഷനായിരുന്നു ഫസ്റ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ടാന് ഒരു സ്പ്രേ ടാൻ ആയിരുന്നു. ഡ്രീം ടാൻ്റെ ഇപ്പോഴത്തെ ടൈപ്പ് ക്രീമല്ല, ഒരു സ്പ്രേ തന്നെ, പ്രോ ടാൻ പോലെ തന്നെ. ബഷീർക്ക പറഞ്ഞത് നേരത്തെ അടിച്ചിട്ട് വെക്കണം സുമേഷ്, നമുക്ക് എന്തായാലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് സെറ്റ് ചെയ്ത് ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടിരുന്ന് കോമ്പറ്റീഷൻ ആയപ്പോൾ കയറി, വേറെ ഒന്നും ചെയ്യേണ്ട, കോമ്പറ്റീഷൻ അത് ചെയ്തല്ലേ എന്ന് പറഞ്ഞിട്ട് കയറിക്കോളാൻ പറഞ്ഞു. സ്റ്റേജ് കയറിയപ്പോൾ ഞാൻ ഞാൻ വെള്ള കളറ്, സ്റ്റേജിൽ നോക്കുമ്പോൾ ടാനില്ല, ഫുള്ള് വേർത്ത്. നമ്മളിവിടുത്തെ AC ഇതൊന്നുമല്ലല്ലോ, ഹോളും ഇതൊക്കെ. അപ്പോൾ ഫുൾ വേർത്തിട്ട് ടാനൊക്കെ പോയി. എന്തോ ഭാഗ്യത്തിന് ആ ഇതിൽ ആ ക്ലാസ് സേഫായിരുന്നു. പിന്നെ രണ്ടാമത്തെ റൗണ്ടിലാണ് ഈ ടാൻ ശരിക്കും കളറൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഫോറിൻ ലുക്കായിട്ട് ആദ്യമായിട്ടാണ് ആ ഒരു അങ്ങനത്തെ ടാനിൽ കാണുമ്പോൾ ഒരു ഡിഫറെന്റ് ഇതല്ലേ. അതെ, റുക്നോയിൽ ചാന്തും കൂടെ അത് മാറിയിട്ട് ഒരു ടാനിലേക്ക് വന്നത്. ടാനും ട്രങ്കും നമ്മൾ ഈ ഇന്റർനാഷണൽ ടൈപ്പ് പ്രോ ലെവൽ ട്രങ്ക് വന്ന് ഞാൻ സ്വിമ്മിങ് ട്രങ്കാണ് യൂസ് ചെയ്തത്. അതെ, ഇത് മാറിയിട്ട് ശരിക്കും ആ നേരിയ ഇതായിട്ടുള്ള ബോഡി ബിൽഡിംഗ് ട്രങ്ക് ആദ്യമായിട്ട് ഇട്ടിട്ട് ഇറങ്ങിയ ബോഡി ബിൽഡർ ഞാനാണ് കേരളത്തിൽ. ഞാൻ അഭിമാനത്തോടെ പറയും, എനിക്കറിയാം ഞാൻ തന്നെ ചെയ്തത്. അതിന് ശേഷമാണ് ഈ ടാനും നമ്മളെ പിന്നെ അതുപോലത്തെ കുറേ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സാധനങ്ങൾ അക്കൊല്ലാണ് ഉപയോഗിച്ച് തുടങ്ങിയത്.
ഈ 2006 ശേഷം ഞാൻ പിന്നെ ഈ ഇത്ര ഒരു ഗ്യാപ്പ് വരാനുള്ള റീസൺ എന്തായിരുന്നു? അതന്നെ ഞാൻ പറഞ്ഞത്. ഞാൻ മിസ്റ്റർ കേരള വരെ ആയിരുന്നു എൻ്റെ ഒരു മനസ്സിലെ വലിയ ആഗ്രഹമായിരുന്നു. അത് ഞാൻ അച്ചീവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കഴിഞ്ഞ് ആ ഒരു സംഭവം പക്ഷെ അതിനിടയ്ക്ക് ജോലിയൊക്കെ നോക്കിയിരുന്നു. അതെ. അത് ഞാൻ എനിക്ക് കാരണം ഞാനന്ന് സൗദി റെയിൽവേ ട്രയലിന്റെ സമയം ഓർമ്മയുണ്ട്. എൻ്റെ എല്ലാ പേപ്പേഴ്സും ബഷീർക്ക് ഇത് കൊടുത്ത് നമ്മൾ എല്ലാം ഓക്കെ ആയതാ. എനിക്ക് ഇവിടെ കൽക്കത്തയിൽ റെയിൽവേയിലേക്ക് വന്ന്. പക്ഷേ കൽക്കത്ത എന്ന് കേട്ടപ്പോൾ, ദൂരെന്ന് കേട്ടപ്പോൾ മെല്ലെ എൻ്റെ വീട്ടിൽ സാമ്പത്തികമായിട്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടോ ജോലിക്ക് പോകാന്നുള്ള സംഭവമൊന്നും വീട്ടുകാർക്കും ഇല്ല പ്ലാന്. ഫുൾ ബിസിനസ്സും കാര്യങ്ങളായിട്ട് നടക്കുന്ന ആൾക്കാരാണ്. അവർക്കൊന്നും അങ്ങനെ ഒരു ചിന്തയല്ലേ. അപ്പോൾ എൻ്റെ അടുത്ത് പോകാൻ നിർബന്ധിക്കുകയോ അല്ല നീ എന്തായാലും പോകണം അങ്ങനെയൊന്നും പറയൊന്നുമില്ല. ഞാനത് കേട്ട് ആയിക്കോട്ടെ എത്ര ദൂരമില്ല വേണ്ടാന്ന് പറഞ്ഞിട്ട് അന്ന് ഒഴിവാക്കിയതാണ്. ഞാൻ പിന്നെ ഈ 2006 കഴിഞ്ഞ് എനിക്ക് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ക്രിക്കറ്റ് ഇതേപോലെ തന്നെ പ്രൊഫഷണലി ഞാൻ ചെറുപ്പത്തിൽ ഞാൻ തന്നെ തുടങ്ങിയ ഒരു ടീമാണ് എൻ്റെ ജിമ്മിൽ. എനിക്ക് 16 വയസ്സിൽ എനിക്ക് അച്ഛൻ ജിം ഇട്ട് തന്നു. ഒരു ജിമ്മ് സ്വന്തം സ്ഥലത്ത് എൻ്റെ ഈ ഇൻട്രസ്റ്റ് കണ്ടിട്ട് ഞാനൊരു സബ് ജൂനിയർ മിസ്റ്റർ കോഴിക്കോട് അടിച്ചപ്പോൾ എനിക്കൊരു ജിമ്മ് സ്വന്തമായിട്ട് നീ ഇനി അത്ര ദൂരെ പോയി ചെയ്യേണ്ട ഇവിടെ നിന്ന് തന്നെ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ എനിക്ക് സ്വന്തമായിട്ടൊരു ജിമ്മ് ഇട്ട് തന്ന്. അങ്ങനെ ന്യൂ വേൾഡ്. അങ്ങനെ ന്യൂ വേൾഡ് എന്ന് പറഞ്ഞ ജിമ്മ്. ഈ ജിമ്മ് എന്ന് പറയുന്നത് ന്യൂ വേൾഡിലാണ് ഞാൻ കൊയിലാണ്ടി പോയിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നത്. സജീവേട്ടൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കോച്ചായിരുന്നു ആദ്യത്തെ. അപ്പോൾ മൂപ്പര ജിമ്മിൻ്റെ പേരാണ് ന്യൂ വേൾഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ട് ആ ബ്രാൻഡ് നെയിം ഞാൻ പൈസ കൊടുത്തിട്ട് അക്കൊല്ലം വാങ്ങിയതാണ്. അങ്ങനെ ആ ബ്രാൻഡ് എൻ്റേതാക്കി. പിന്നെ ഞാൻ അവിടെ കുട്ടികൾക്ക് ചെറിയ രീതിയിൽ അറിയുന്ന രീതിയിൽ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും. അതിൽ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ ഈ ക്രിക്കറ്റായിട്ട് മുന്നോട്ട് പോയി. ക്രിക്കറ്റ് നമ്മളെ കോഴിക്കോട് ഭയങ്കര മോശമായിരുന്നു. ക്രിക്കറ്റ് ടെന്നീസ് ബോൾ ക്രിക്കറ്റാണ്. അപ്പോൾ ഭയങ്കര മോശം ടീമായിരുന്നു ഇവിടെ. അങ്ങനെ അതെനിക്ക് ഒന്ന് ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹം. തലശ്ശേരിയിൽ നിന്നും മറ്റേ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്നൊക്കെ വന്നിട്ട് ആൾക്കാർ നമ്മളെ തോൽപ്പിച്ച് പോവുക. അപ്പോൾ അതിൽ ഒരു മാറ്റം വരുത്തണം എന്ന് പറഞ്ഞിട്ട് ഈ ടീമിനായിട്ട് ഞാനൊരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. നമ്മൾ ഫുൾ പ്ലെയേഴ്സിനെ സെറ്റാക്കിയിട്ട് ഇവർക്ക് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അതിനായിട്ട് കുറേ സമയം കണ്ടെത്തി. ആ ടീമിനെ ഞാൻ ഇന്ത്യയിലെ ബെസ്റ്റ് ടീമാക്കി മാറ്റി. ഈ 16 വർഷം എൻ്റെ പരിപാടി ഞാൻ വിട്ടുനിന്ന് ക്രിക്കറ്റിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ കിട്ടാവുന്ന എല്ലാ ചാമ്പ്യൻഷിപ്പും നമ്മൾ അടിച്ച് ഓൾ ഇന്ത്യ എല്ലാ ചാമ്പ്യൻഷിപ്പും അടിച്ച് അത് കഴിഞ്ഞ് അത് ഏകദേശം എന്തായി രണ്ടാമത് ആ ക്രിക്കറ്റിൻ്റെ ആ ഒരു ടീമായിട്ട് കളിക്കുന്ന പരിപാടി നിന്ന് ഈ IPL ഒക്കെ വന്നതോട് കൂടിയിട്ട് അതുപോലത്തെ പ്രീമിയർ ലീഗായി മാറി. നമ്മൾ ടീമായിട്ട് കളിക്കാണ്ട് എല്ലാവരും സ്പ്ലിറ്റ് ചെയ്ത് കളിക്കുന്നത് അതിലെനിക്ക് താല്പര്യമില്ല. അപ്പോൾ അത് പിന്നെ ഞാനിപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യാമെന്ന് ആലോചിക്കുമ്പോൾ എല്ലാ കാലവും ഞാൻ ആലോചിക്കും എനിക്ക് ബോഡി ബിൽഡിങ്ങിലേക്ക് തിരിച്ചു വരണം എന്ന് വെച്ചാൽ ഈ പുതിയ ടൈപ്പ് ബോഡി ബിൽഡിങ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒരു പഴയ സ്റ്റൈലിൽ ചെയ്തുകൊണ്ടിരുന്ന ആളല്ലേ. അപ്പോൾ ഈ പുതിയത് കുറേ ഓരോരോ സംഗതികൾ കേൾക്കാം. അപ്പോൾ നമ്മൾ അപ്ഡേറ്റഡ് അല്ല. അപ്പോൾ ആൾക്കാർ വന്നിട്ട് സുമേഷ് ചേട്ടാ നിങ്ങൾ ചെയ്യുന്നില്ലേ ഇനി ഒരു കൊല്ലം ചെയ്യണം എന്നൊക്കെ പറയുന്നല്ലാണ്. അപ്പോൾ ഞാൻ പറയും എന്തായാലും ചെയ്യും, എന്തായാലും ഞാൻ തിരിച്ചു വരും, ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് പോയി 10-17 കൊല്ലം പോയത് അറിഞ്ഞില്ല. പിന്നെ ഒരു ടൈം ഇങ്ങനൊരു ഈ ക്രിക്കറ്റിൽ നിന്ന് കുറച്ച് വിട്ട് നിൽക്കേണ്ട ഒരു ഇത് വന്ന് കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി ഇനിയിപ്പോൾ എനിക്ക് സമയമുണ്ട് ചെയ്യാൻ, കുറച്ച് സമയത്തിന് കണ്ടെത്താൻ നോക്കിയിട്ട് ഞാനൊരു നല്ലൊരു കോച്ചിനെ നോക്കുമായിരുന്നു. നല്ലൊരു കോച്ചിനെ കാരണം ബഷീർ ആയിരുന്നു നമ്മളിവിടെ ആകെപ്പാട് നമ്മളെല്ലാവരും ചെയ്തിരുന്ന ബഷീർ ഖാൻ്റെ അടുത്തല്ല. അപ്പോൾ ബഷീർ ഖാനോട് ചോദിച്ചപ്പോൾ ബഷീർ ഖാൻ ഫ്രീ അല്ല. ബഷീർ ഖാൻ അക്കാഡമിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മൂപ്പര് തിരക്കായി. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ജിമ്മിൽ ട്രെയിനറായിട്ട് നിന്നിരുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അനിൽ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇപ്പോഴത്തെ കോച്ചാണ്. അപ്പോൾ ആളെൻ്റെ അടുത്ത് എപ്പോഴും സംസാരിക്കും, സുമേഷ് ചേട്ടാ അങ്ങ് ചെയ്തൂടെ ആയിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സംസാരിക്കും. അപ്പോൾ ഞാനും കുറേ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് നോക്കുമ്പോൾ ആൾ നല്ല നോളജാണ്. അപ്പോൾ എനിക്കിപ്പോൾ പെട്ടെന്ന് പുതിയ അറിയാത്ത ആൾക്കാരുടെ അടുത്ത് പോയി ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ഒന്ന് തുടങ്ങാം നോക്കാം. എല്ലാ ജോയിൻസും പോയി കിടക്കാണ്. ക്രിക്കറ്റ് കളിച്ചിട്ട് മുട്ടും, ടെന്നീസ് എൽബോ, ഗോൾഫേഴ്സ് എൽബോ ഇല്ലാത്തൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ വണ്ടിയിൽ നിന്നൊന്ന് വീണിട്ട് ഷോൾഡർ പൊട്ടുകയും ചെയ്യും. അത് റെഡിയാക്കാൻ കുറച്ച് ഫിസിയോവും ഇതെല്ലാം ചെയ്തു. പിന്നെ എൻ്റെ ഈ കോച്ചാണ് അതിന് വേണ്ട എൻ്റെ മൊബിലിറ്റി പ്രശ്നങ്ങളെല്ലാം മാറ്റി ഇഞ്ചുറിയൊക്കെ ഒന്ന് ഹീലാക്കി. അങ്ങനെ രണ്ടാമത് മെല്ലെ പുഷ് ചെയ്ത് തുടങ്ങിയപ്പോൾ ആവുന്നില്ല, പുഷ് ചെയ്തിട്ട് അങ്ങോട്ട് നീങ്ങുന്നില്ല. അങ്ങനെ എന്നാലും മൈൻഡ് എൻ്റെ സെറ്റായിരുന്നു. എനിക്ക് എൻ്റെ ഏജ് ഫാക്ടറോ അങ്ങനത്തെ ഒന്നും തലയിലില്ലായിരുന്നു. പക്ഷെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആരാണോ ആ ആളായിട്ട്
കോമ്പറ്റ് ചെയ്യുക Compete എന്നുള്ളത് മാത്രമേ ഉള്ളൂ തലയിൽ. അല്ലാണ്ട് വെറുതെ പോയിട്ട് ഇപ്പോഴാണെങ്കിൽ എളുപ്പമാണ് ഒരു മിസ്റ്റർ കേരള ആവുക, ഒരു മിസ്റ്റർ അതെ. ഇന്ത്യ ആവുക എന്ന് പറഞ്ഞാൽ എളുപ്പമായിട്ടുള്ള കാര്യം. എന്താ വെച്ചാൽ അത്രയും അസോസിയേഷൻസ് ആണ്, ആളറിയാത്ത കുറേ കോമ്പറ്റീഷൻസ് ഉണ്ട്. അങ്ങനത്തേലൊന്നും ഞാൻ എന്തായാലും എൻ്റെ ഒരു സ്റ്റൈലിൽ ഞാൻ ഒരിക്കലും ഞാൻ പങ്കെടുക്കില്ല എന്നുള്ള ആദ്യം തീരുമാനിച്ച കാര്യം. അങ്ങനെ ഞാൻ അഭിലാഷ് എന്ന് പറഞ്ഞൊരു ബോഡി ബിൽഡറെ ഞാൻ പെട്ടെന്ന് കാണുകയാണ്. ഞാൻ യൂട്യൂബോ അല്ല അങ്ങനത്തെ ഒന്നും വീഡിയോസൊന്നും നോക്കിയിട്ടൊന്നുമല്ല. ഇവിടെ ഒരു കോഴിക്കോട് ഒരു മത്സരം വന്നപ്പോൾ ഈ അഭിലാഷ് എന്ന് പറഞ്ഞൊരു ബോഡി ബിൽഡർ മിസ്റ്റർ കണ്ണൂർ അടിച്ച് കാണാൻ നമ്മളെ കോഴിക്കോട് കാണാൻ വേണ്ടി വന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അടിപൊളി ആൾ, നല്ല ഫ്രെയിം. നല്ല ഫ്രെയിം, ഒന്നും പറയാൻ. അപ്പോൾ ഈ ആളെ കണ്ടപ്പോൾ ഈ ആളായിട്ട് എനിക്ക് കോമ്പറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹം. പണ്ടേ അങ്ങനെ കേട്ടോ, ഞാൻ ജൂനിയർ ആയിരുന്നപ്പോൾ തന്നെ ഞാൻ സീനിയറായിട്ട് പിടിക്കാനാണ് അന്നേ നോക്കുക. അപ്പോൾ ഇയാളെ പിടിക്കണം എന്നുള്ളതിൽ ഞാൻ എന്തായി ഒരു 2 കൊല്ലം ഞാനൊരു ഒരു ബേസ് ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി മാത്രം മാറ്റിയിട്ട് 2016 തുടങ്ങിയിട്ട് 17 തുടങ്ങിയിട്ട് ഒരു 19 വരെ എന്തായി ബേസ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ട് എടുത്ത്. അന്നൊന്നും ആരും അറിയില്ല, ഞാൻ തുടങ്ങിയതുപോലെ അറിയില്ല. അങ്ങനെ ആ സമയത്ത് കൊറോണ വന്ന് കോമ്പറ്റീഷൻ മിസ്സായി, കോമ്പറ്റീഷൻസ് പോയി. അതിൻ്റെ അടുത്ത കൊല്ലം പിന്നെയും ഇതേപോലെ തന്നെ പുഷ് ചെയ്ത് പിന്നെയും ഈ കൊറോണേൻ്റെ സംഭവം വിട്ടു പോകുന്നേ ഇല്ല. ഞാൻ ലാസ്റ്റ് എഡ്വിനായിട്ട് സംസാരിച്ച് ഞാൻ പറഞ്ഞു, എഡ്വിനെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൊറോണ കാരണങ്ങൾ കോമ്പറ്റീഷൻ മാറ്റി വെച്ചാൽ അത്ലറ്റ്സിന് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഓരോ ദിവസവും ചില 2 ആഴ്ച നീട്ടി ഇങ്ങനെ കൊണ്ടുപോകായിരുന്നു കോമ്പറ്റീഷൻ. ഞാൻ പറഞ്ഞു പ്രൈസ് മണി അതൊന്നും പ്രശ്നമല്ല, ഒരു കോമ്പറ്റീഷൻ ചെയ്യണം. അപ്പോൾ ഞാൻ ഇത്രയും കാത്തിരുന്നത് ഈ ഒരു ഇതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ ആരാ ഇവിടെ പ്രൈസിനെ കുറിച്ച്, നമ്മൾ കപ്പ് മാത്രം വാങ്ങിപ്പോയ കാലത്ത് കോമ്പറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ ഈ പ്രൈസ് തരുന്നതോ ഇതൊന്നും എൻ്റെ അടുത്ത് പറയണ്ട, ഞാൻ അതിനെക്കുറിച്ചൊരു സംസാരം പോലും ഞാൻ സംസാരിക്കും, കോമ്പറ്റീഷൻ നടത്തിക്കുക. അങ്ങനെ ആകുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ടാണ് ആ ഒരു 2028 മിസ്റ്റർ കേരള, അല്ല 22 സോറി 22 മിസ്റ്റർ കേരള നടക്കുന്നത് എറണാകുളത്ത് വെച്ച്. അതൊരു കാണാണ്ടായിരുന്നു എറണാകുളം ടൗൺ ഹാളിൽ. അതൊരു അന്ന് ഞാൻ അവിടെ എത്തി, കോമ്പറ്റീഷൻ്റെ അവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഒരാൾക്ക് പോലും എന്നെ അറിയില്ല. അതെ. ഒറ്റ ആൾക്ക്, നമ്മൾ ഒരാൾ പോലും വന്നിട്ട് ഒരു കൈ തരേ അല്ലെങ്കിൽ ഹായ് എന്ന് പറഞ്ഞു. പഴയ 1-2 നമ്മളെ ആ ഒരു സമയത്തുള്ള 1-2 ആൾക്കാർ വന്ന് കണ്ട് എന്നല്ലാണ്ട് വേറെ ആരും ഈ ബോഡി ബിൽഡേഴ്സ്, പുതിയ ബോഡി ബിൽഡേഴ്സിനെ കാണുമ്പോൾ അവർക്ക് ഒരു പുച്ഛമായിരുത്ത് എല്ലാവരും. അങ്ങനെ കോമ്പറ്റീഷനായി, അവരവരെ ക്ലാസ്സായി. എൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ അവിടെ മൊത്തം പുതിയൊരാൾ എന്നുള്ള അതെ. ഒരു വർത്താനം വന്ന്, അങ്ങനെ ടൈറ്റിൽ എത്തിയപ്പോഴത്തേക്കും അവിടെ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ, അഭിലാഷിൻ്റെയും അനീഷിൻ്റെയും ഒക്കെ കോമ്പറ്റീഷൻ മാത്രമായിട്ട് കാണാൻ വന്ന ആൾക്കാർ നേരെ അവിടുന്ന് തിരിയാണ് മൊത്തത്തിൽ. അവിടെ ഞാൻ ഒരാളെ ഞാൻ വിളിച്ചു കൂട്ടിക്കൊണ്ടുവരേ, എനിക്കെന്നാളെ എൻ്റെ ഫാമിലി മാത്രമാണ് അന്നും ഇന്നും എൻ്റെ കൂടെ ഉണ്ടാവുക. അപ്പോൾ ഈ ആൾക്കാർ മൊത്തത്തിൽ അന്ന് എൻ്റെ സൈഡിലേക്ക് മാറി. അതായത് ഒരു പുതിയ, അത്രയും ഞാൻ നല്ല മസ്കുലറായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു ആ കോമ്പറ്റീഷൻ കാണാൻ. അന്ന് സുമേഷ് റാവു എന്നുള്ള വിളിയൊക്കെ ആയിരുന്നു. ഞാൻ ആ ഒരു പ്ലാൻ തന്നെ നമ്മളത് എങ്ങനെയായിരുന്നു വെച്ചാൽ, ഇവരായിട്ട് സൈസ് വൈസ് എന്തായാലും നമുക്ക് പിടിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ അവർ കുറേ കൊല്ലമായിട്ട് പുഷ് ചെയ്തുകൊണ്ട് നടക്കുന്ന ആൾക്കാർ. അപ്പോൾ ഞാൻ പെട്ടെന്ന് കയറിയിട്ട് അവരൊക്കെ നമുക്കൊരു കേരളത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ അത്രയും ഡ്രൈനെസ് കൊണ്ടുപോകണം. അപ്പോൾ ആ ഒരു ഡ്രൈനെസ് ഞാൻ എടുത്തിട്ടാണ് പോയത്. ആരുടെ പക്ക മസ്കുലറായിട്ടാണ്. അത്ര സൈസ് വല്ല വ്യത്യാസം ഉണ്ടാവുന്നില്ല, പക്ഷെ നല്ല കണ്ടീഷൻ, നല്ല കണ്ടീഷൻ, ഗ്ലൂട്ട് അതുപോലെ ബാക്ക് മസിൽസ്. അപ്പോൾ നമ്മൾ കുറേ സാധനങ്ങൾ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി. ഒരു എക്സ് ഫ്രെയിം വെച്ചും കൊണ്ട് എങ്ങനെ നമുക്ക് വലിയ ബോഡി ബിൽഡേഴ്സിനെ പിടിക്കാം. പിന്നെ നമ്മൾ ഗ്ലൂട്ട് മസിലിൻ്റെ ഇമ്പോർട്ടൻസ്, ഗ്ലൂട്ട്സ് ഒന്നും പറഞ്ഞാൽ ഇവിടെ എന്താണെന്നും കൂടെ ആൾക്കാർക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അക്കൊല്ലം ഗ്ലൂട്ട്സ് ഒക്കെ കണ്ടിട്ട് ആൾക്കാർ എന്തോ ഒരു സംഭവം, ഇത് പിന്നെയാണ് ഇപ്പോൾ പൂമ്പാറ്റ ബട്ടർഫ്ലൈ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ, ഇപ്പം എല്ലാവരും ആ മസിലിന് വേണ്ടിയിട്ടും ഇതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. ഞാൻ എറണാകുളം നോർത്ത് ടൗൺ ഹാളിൽ നടന്ന കോമ്പറ്റീഷൻ കണ്ടിരുന്നു. എനിക്കൊന്ന് 1 മണി 2 മണിയൊക്കെ ആയി അന്നത്തെ ടൈറ്റിൽ അനൗൺസ് ചെയ്യാനായിട്ട്. നല്ല കോമ്പറ്റീഷനായിരുന്നു. 2006 മത്സരിക്കുമ്പോൾ ഒറ്റ അസോസിയേഷനായിരുന്നു, നല്ല ബോഡി ബിൽഡേഴ്സ്. ഇന്ന് എനിക്ക് തോന്നുന്നു 5-ൽ കൂടുതൽ അസോസിയേഷൻ നമ്മുടെ കേരളത്തിലുണ്ട്. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്താ പറയാനുള്ളത്? ഞാൻ ഇന്ന് കുറേ ടൈറ്റിൽസ് ഞാനിന്ന് അടിച്ചിട്ടുണ്ട്, പക്ഷേ 2006 ടൈറ്റിൽ എപ്പോഴും സ്പെഷ്യലാണ്. എന്താ വെച്ചാൽ നിങ്ങളെപ്പോലത്തെ ഏറ്റവും ജനറ്റിക്കലി ഗിഫ്റ്റഡ് ആയിട്ടുള്ളതും, അതായത് ഈ സ്റ്റിറോയിഡിനെ മാത്രം ആശ്രയിക്കാണ്ട് ചെയ്തിരുന്ന ബോഡി ബിൽഡേഴ്സും
ഏറ്റവും കൂടുതലുള്ള കാലമാണ്. പിന്നെ നമുക്ക് ഇപ്പോഴത്തെ മാതിരി എന്താണ് ക്ലാസിക് ഫിസിക്ക് വേറെ, മെൻസ് ഫിസിക്ക് വേറെ, ഇങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒറ്റ ചാമ്പ്യൻ അല്ലേ, ഒറ്റ ചാമ്പ്യൻ, ഒരു മിസ്റ്റർ കേരള, ഇന്നൊരു 5 മിസ്റ്റർ കേരള. അതാണ്. അപ്പോൾ ഇന്നത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ജസ്റ്റ് നമ്മൾ എന്താണ് ഇവരെ അസോസിയേഷനെ ഓരോ എന്താണ് നിലനിൽപ്പിന് വേണ്ടിയിട്ടും അവരെ ഇൻകമിന് വേണ്ടിയിട്ടുമാണ് അത്ലറ്റ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ സ്പ്ലിറ്റ് ചെയ്തിട്ട് കുറേ കാറ്റഗറി ഉണ്ടാക്കിയതാണ്. പക്ഷെ അതെല്ലാം കേൾക്കുമ്പോൾ എല്ലാവരും അവനവൻ്റെ താഴെ കൊടുക്കുന്നത് മിസ്റ്റർ കേരള, മിസ്റ്റർ ഇന്ത്യ എന്ന് മാത്രമാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ അവരെന്താണോ മാസ്റ്റേഴ്സ് ആണോ അല്ലെങ്കിൽ മെൻസ് ഫിസിക് ആണോ ഇതൊന്നും ആരും മെൻഷൻ ചെയ്യുന്നതില്ല. അപ്പോൾ അത് ബാക്കിയുള്ള ശരിക്കും എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും മെയിൻ ടൈറ്റിൽ ഹോൾഡർക്ക് അത് ഒരു ഇൻസൾട്ടാണ് സത്യം പറഞ്ഞത് അല്ലേ. പക്ഷെ പണ്ട് അങ്ങനെയല്ല. പണ്ടത്തെ ആ ഒരു മിസ്റ്റർ കേരള എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പേപ്പറിൽ വരികയാണെങ്കിലും എന്തിൽ വരികയാണെങ്കിലും ഒറ്റ മിസ്റ്റർ കേരള. അത് ശരിക്കും ഇന്നത്തെ ഒരു എനിക്ക് തോന്നുന്നു മിസ്റ്റർ കേരള ടൈറ്റിൽ, ഓവറോൾ ടൈറ്റിലോ അല്ലെങ്കിൽ മിസ്റ്റർ ഇന്ത്യ ടൈറ്റിൽ അടിച്ചിരുന്ന അല്ലെങ്കിൽ മിസ്റ്റർ ഇന്ത്യ മെഡൽ വന്നിരുന്ന ഒരു സ്റ്റാൻഡേർഡ് പോലും ഇല്ലെന്ന് ഇവിടെ ഇന്ന് പേരെടുത്ത മിസ്റ്റർ വേൾഡിനും മിസ്റ്റർ ഏഷ്യക്കും അല്ല, ഒരിക്കലും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്നും ആ ഒരു മിസ്റ്റർ കേരള എൻ്റെ മനസ്സിൽ ഒരിക്കലും ആ ഒരു നല്ലൊരു ഫോം ആയിരുന്നു. അതെ, അതിൽ അത്രയും നല്ല അത്ലറ്റ്സും ഉണ്ടായിരുന്നത്. എന്താ വെച്ചാൽ ഇന്നത്തെ മാതിരി കുറഞ്ഞ അത്ലറ്റ്സ് വെച്ചിട്ട് ഒരു ക്ലാസ്സിൽ തന്നെ നമ്മൾ മത്സരിച്ച് ജയിക്കണമെങ്കിൽ 20-30 അത്ലറ്റ് ആ ഒരു ക്ലാസ്സിൽ മാത്രമായിട്ടുണ്ടാവും അല്ലേ. 3-4 വരിയായിട്ടാണ് ഉണ്ടാവുക. ഇന്ന് 10 ആൾക്കാരെ തിരഞ്ഞെടുക്കൽ തന്നെ അവർക്ക് ജഡ്ജസിന് പണിയാണ്. അപ്പോൾ ഇന്ന് ക്ലാസ്സിൽ ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു കാലമാണ്. ഇത്രയും അസോസിയേഷൻ ഉണ്ടായിട്ടും ഒരു ക്ലാസ്സിൽ 5 ആളെ കിട്ടാൻ ഭയങ്കര പണിയാണ്. അതിൽ പക്ഷേ ഉള്ള ക്വാളിറ്റി ഉള്ള ബോഡി ബിൽഡേഴ്സ് ഉണ്ട്. അതെ, ഞാൻ ഈ നിങ്ങൾ മത്സരിച്ച മത്സരത്തിൽ നല്ല ഹെവി വെയിറ്റ് നല്ല ബോഡി ബിൽഡേഴ്സ് ഉണ്ടാവും. ടൈറ്റിൽ കാണാൻ ഭംഗിയുള്ളൊരു അസോസിയേഷൻ. ഞാൻ കുറച്ചും കൂടി സീക്രറ്റിലോട്ട് കിടക്കുന്നതാണ്. കാരണം ബോഡി ബിൽഡിങ്ങിൻ്റെ ഒരു സീക്രറ്റ് ഉണ്ടല്ലോ. 2006 മത്സരിച്ചപ്പോൾ കുറച്ച് മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഞാനന്ന് നല്ല മെഡിസിൻസ് ഉപയോഗിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മളെ ഈ കോൺവെർസേഷനിൽ ആൾക്കാർ കേൾക്കാൻ അല്ലെങ്കിൽ ബോഡി ബിൽഡേഴ്സ് കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭവങ്ങൾ സുമേഷ് റാവു 2006-2028 അല്ല 2022 ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിവിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.